മലങ്കര സഭാ ചരിത്രത്തിലെ 11ാം മൂറോൻ കൂദാശയ്ക്കായി സഭാസ്ഥാനമായ ദേവലോകം അരമന ഒരുങ്ങുകയാണ്. മലങ്കരയിലെ മൂറോൻ ചരിത്രത്തിന് 150 വയസ്സ് പൂർത്തിയാക്കുന്ന വേളയിലാണ് ദേവലോകം മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. വെള്ളിയാഴ്ച നടക്കുന്ന ശുശ്രൂഷകൾക്ക് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാധ്യമ വിഭാഗം തലവനും കോട്ടയം ഭദ്രാസന മെത്രാപ്പോലിത്തയുമായ ഡോക്ടർ യുഹാനോൻ മോർ ദിയസ്കോറോസ് മെത്രാപ്പോലിത്ത തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. സുപ്രഭാതം തിരുമേനി, സ്വാഗതം ബിഗ് ടിവിയിലേക്ക്. സ്വാഗതം. സന്തോഷം, അതിഥിയായി എത്തിയതിന് സന്തോഷം. ഈ പ്രധാനപ്പെട്ട ഘട്ടത്തിൽ തന്നെ വിശുദ്ധ മൂറോൻ കൂദാശ സഭയെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച്, വിശ്വാസത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. നമ്മുടെ പ്രേക്ഷകർക്കായി എന്താണ് മൂറോൻ കൂദാശ എന്നും അതിന്റെ ഒരു ചരിത്ര പ്രാധാന്യം കൂടി ഒന്ന് ചുരുക്കി പറയാമോ? മലങ്കര സഭയെ സംബന്ധിച്ച് വളരെ അഭിമാനത്തിന്റെയും അതുപോലെ തന്നെ തികഞ്ഞ ആധ്യാത്മിക അനുഭവത്തിന്റെയും ഒരടയാളമാണ് വിശുദ്ധ മൂറോൻ കൂദാശ എന്ന് പറയുന്നത്. 11ാമത്തെ പ്രാവശ്യമായിട്ടാണ് ഇപ്പോൾ നടത്തുന്ന വിശുദ്ധ മൂറോൻ കൂദാശ. 150 വർഷവും പൂർത്തിയാകുന്നു. സഭയിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട് എന്ന് വിശ്വാസികളുടെ ഉറപ്പിക്കുന്ന ഒരു വലിയ കൂദാശയാണ് വിശുദ്ധ മൂറോൻ കൂദാശ. പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് സഭയെന്ന്, വിശ്വാസികളുടെ ജീവിതമെന്ന് ഉറപ്പിക്കുന്ന ഒരു കൂദാശ കൂടിയാണ്. കൂടാതെ മലങ്കര സഭ എന്നത് ഒരു ഐഡന്റിറ്റി ഉള്ള ഒരു സഭയാണെന്നും അതൊരു സാർവത്രിക സഭയോട് ചേർന്ന് നിൽക്കുന്ന ദേശീയ സഭയാണെന്നും ദേശീയ സഭയുടെ അധ്യക്ഷനാൽ കൂദാശ ചെയ്യപ്പെടുന്ന ഒരു വിശുദ്ധ തൈലമാണ്, സുഗന്ധ തൈലമാണ് വിശുദ്ധ മൂറോൻ കൂദാശ എന്ന് ഓർപ്പിക്കുന്നു. പറഞ്ഞതിന്റെ അർത്ഥം സഭയുടെ സ്വയശീർഷകത്വത്തെയും സഭയുടെ സ്വയം ഭരണാവകാശത്തേക്ക് ഉറപ്പിക്കുന്ന ഒരു കൂദാശ കൂടിയാണ് വിശുദ്ധ മൂറോൻ കൂദാശ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ നടത്തുമ്പോൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ 11 പ്രാവശ്യമായിട്ട് അത് നടത്തിയെങ്കിൽ ഇത് കഴിഞ്ഞ 150 വർഷമായിട്ട് ഉറപ്പിച്ചു വരുന്ന ഒരു സത്യം ഇപ്പോഴും ഉറപ്പിക്കുവാനായിട്ട് ദൈവം തരുന്ന ഒരു വലിയ അവസരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഏകദേശം 40 ദിവസത്തെ നോമ്പ് ഉപവാസങ്ങൾ പൂർത്തീകരിച്ച് പരിശുദ്ധ നോമ്പിലെ 40ാം വെള്ളിയാഴ്ചയാണ് ഈ കൂദാശ നടത്തുന്നത്. പരിശുദ്ധ മാമോദിസായ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ ദേവാലയങ്ങളുടെ കൂദാശകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വിശുദ്ധ തൈലമാണ് വിശുദ്ധ മൂറോനായിട്ട് എടുക്കുന്നത്. അത് സ്വയം ഭരണാവകാശമുള്ള സ്വയശീർഷകത്വമുള്ള സഭയുടെ തലവന്മാർക്ക് മാത്രം ചെയ്യാവുന്ന ഒരു കൂദാശയാണ് വിശുദ്ധ മൂറോൻ അഭിഷേകം. അതുകൊണ്ട് തന്നെയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഭാരതത്തിലെ ഒരു സ്വതന്ത്ര ഓർത്തഡോക്സ് സുറിയാനി സഭയാകുന്നു എന്ന് ഉറപ്പിച്ച് പറയുവാൻ തക്കവണ്ണം ഈ വിശുദ്ധ മൂറോൻ കൂദാശ ഇപ്പോൾ നടത്തുവാനായിട്ട് ഇടയാകുന്നത്. അതിൽ ഞങ്ങൾ ദൈവത്തെ തിരുമേനി ഇപ്പോൾ പറയുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും അതിന്റെ ഒരു ആത്മീകമായിട്ടുള്ളതും ഭൗതികമായിട്ടുള്ളതുമായിട്ടുള്ള പ്രാധാന്യത്തെ പറ്റി. ചരിത്രപരമായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു വലിയ സഭയായി കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും മുമ്പുള്ള പ്രധാനപ്പെട്ട പൗരസ്ത്യ സഭകളിൽ ഒന്നായി നിൽക്കുകയാണല്ലോ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. അപ്പോൾ ഈ ഒരു കൂദാശയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് എപ്പോഴും നടക്കുന്നതല്ലല്ലോ മൂറോൻ കൂദാശകൾ. തിരുമേനിയെ സംബന്ധിച്ചും ഇപ്പോഴത്തെ കാതോലിക്ക ബാവ, മറ്റ് മെത്രാപ്പോലിത്തമാർ, വൈദികർ, അൽമായർ എല്ലാവരെയും സംബന്ധിച്ച് ഒരു ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം അതിനുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കുന്ന, അതിൽ സംബന്ധിക്കുന്ന എല്ലാവരും തികഞ്ഞ ആധ്യാത്മിക ചൈതന്യത്തോടെയും അഭിമാനത്തോടും കൂടിയാണ് അതിൽ പങ്കെടുക്കുന്നത്. എപ്പോഴും ലഭിക്കുന്ന ഒരു അവസരമല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് നിറവോടുകൂടിയാണ്. അതിലുള്ള സന്തോഷമാണ് സഭയ്ക്ക് ഇപ്പോഴുള്ളത്. ഇനി നമുക്ക് ഇപ്പൊ നിലവിലെ ഒരു സാഹചര്യങ്ങൾ കൂടി ഒന്ന് തിരുമേനി കിട്ടിയ സമയത്ത് ചോദിച്ച് പോകാതിരിക്കാൻ സാധിക്കില്ലല്ലോ. സഭാ തർക്കവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിധി ഹൈക്കോടതിയിൽ നിന്ന് വന്നത് കണ്ടതാണ്. സഭയുടെ നിലപാട് വ്യക്തമായതാണ്. ഇപ്പം ഇന്നലെ പാത്രിയാർക്കീസ് വിഭാഗത്തിന്റെ, പ്രത്യേകിച്ച് യാക്കോബായ സഭയുടെ കാതോലിക്ക ബാവ പറഞ്ഞിരിക്കുന്നത് ഓപ്പൺ സംസാരത്തിന് അല്ലെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളതാണ്. പരിശുദ്ധ കാതോലിക്ക ബാവയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളതാണ്. സഭാതർക്കം അങ്ങനെ പരിഹരിക്കപ്പെടണം, യാക്കോബായ സഭയുടെ ഐഡന്റിറ്റി അങ്ങനെ അംഗീകരിച്ച് ആ വിധത്തിൽ സമാധാനത്തിൽ പോകണം മലങ്കര സഭയിൽ എന്നുള്ളതാണ്. സഭയുടെ നിലപാട് എന്താണ്?
മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എപ്പോഴും സമാധാന ശ്രമങ്ങൾക്ക് പച്ചക്കൊടി കാട്ടിയിട്ടുള്ള ഒരു സഭയാണ്. അത് ആത്മാർത്ഥമായി പച്ചക്കൊടി കാട്ടിയിട്ടുള്ള ഒരു സഭയാണ്. പക്ഷേ ഈ പച്ചക്കൊടി കാട്ടുമ്പോഴും ഇതൊരു ഭാരതീയ സഭയാകുന്നു എന്നുള്ള ബോധ്യത്തിലാണ് അത് ചെയ്യുന്നത്. ഭാരതീയ സഭ എന്നുള്ള ബോധ്യത്തിൽ ചെയ്യുമ്പോൾ ഭാരതത്തിന്റെ നിയമങ്ങൾ കൃത്യമായി പാലിച്ച് കൊണ്ടുവേണം സമാധാന ശ്രമങ്ങൾ നടപ്പിലാക്കേണ്ടത് എന്നുള്ള ഒരു വലിയ ആഗ്രഹം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്കുണ്ട്. അത് പാലിക്കണം. തീർച്ചയായും മറുഭാഗത്തെ പിതാവ് പറഞ്ഞിരിക്കുന്ന സമവായ ചർച്ചകൾ അത് ആത്മാർത്ഥത ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിനോട് സഹകരിക്കാനായിട്ട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എപ്പോഴും തയ്യാറാണ്. എന്നാൽ സഭയുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ പല പ്രാവശ്യം സമവായ ചർച്ചകൾ നടത്തിയിട്ടും അതിൽ നിന്ന് പിന്മാറിയത് ആരാണ് എന്നുള്ളത് ചരിത്രം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സഭ ഒരു അനുരഞ്ജനത്തിലേക്ക് വരുമ്പോൾ ആ അനുരഞ്ജനത്തെ ഉൾക്കൊള്ളാതെ മറ്റു പല കാര്യങ്ങളിലേക്കൊക്കെ പോയി സഭയെ നശിപ്പിക്കുന്ന ഒരു രീതി പഴയ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് ഞാൻ പറയുന്നത്, ആത്മാർത്ഥതയോടുള്ള ഒരു വീക്ഷണമാണ്, ആഗ്രഹമാണ് അതെന്നുണ്ടെങ്കിൽ അതിനോട് സഹകരിക്കാനായിട്ട് തയ്യാറാണ്. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ കാണേണ്ട ഒരു കാഴ്ച, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി വന്നു. അത് 300 പേജുള്ള ഒരു വിധി പ്രസ്താവമാണ്. അതിനകത്ത് ഒരു പോയിന്റിൽ മാത്രം നിന്ന്, അതായത് സിംഗിൾ ബെഞ്ച് നൽകിയതായ ഒരു വിധിയെ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളെയും തമസ്കരിക്കുന്ന ഒരു പ്രവണത ഈ 2 ദിവസങ്ങളിലായിട്ട് കാണുന്നുണ്ട്. ഒരു വിധി ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ പള്ളികളുടെ എല്ലാം മുമ്പ് പോയി കരിമരുന്ന് പ്രയോഗവും മറ്റു കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് ഇന്നലെ ഒരു ഐക്യദാർഢ്യ റാലിയൊക്കെ നടത്തി, അതിനകത്ത് രാഷ്ട്രീയക്കാരെ വരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തി. വീണ്ടും ഒരു അസമാധാന പ്രക്രിയയാണ് പ്രായോഗികമായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആത്മാർത്ഥമായി ഒരു സമവായ ചർച്ചയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ആത്യന്തികമായ സമാധാനം ഉണ്ടാകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിലും തിരുമേനി ഒരു കാര്യം കൂടി, ഇപ്പോ തെരഞ്ഞെടുപ്പാണല്ലോ, തെരഞ്ഞെടുപ്പിൽ മനസാക്ഷി വോട്ട് ചെയ്യൂ എന്നുള്ളതാണ് ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ യാക്കോബായ സഭയുടെ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭയുടെ നിലപാട് എന്താണ്? ഓർത്തഡോക്സ് സഭ എപ്പോഴും ഓർത്തഡോക്സ് സഭയുടെ നിലപാട് എന്ത് എന്നുള്ളത് വിളിച്ചു പറയുന്ന ഒരു രീതി ഓർത്തഡോക്സ് സഭയ്ക്ക് ഇല്ല. വിശ്വാസികൾ കൃത്യമായും സഭയുടെ സ്പന്ദനങ്ങളെ കുറിച്ച് ഉത്തമമായ ബോധ്യമുള്ളൊരു വിശ്വാസികളാണ്. അത് എല്ലാ കാലഘട്ടങ്ങളിലും വിശ്വാസികൾ അത് തെളിയിച്ചിട്ടുണ്ട്. സഭ നിങ്ങൾ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് അവരോട് പറയാറില്ല. എന്നാൽ അവർ അനുഭവിക്കുന്ന വേദനകളും വ്യതകളും സന്തോഷങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവര് വിവേകപൂർവം അവരുടെ വോട്ടുകൾ നിർവഹിക്കുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യവും മലങ്കര സഭ ആ ഒരു നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഒറ്റ കാര്യം കൂടി, ഇതിപ്പോ പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഒരൊറ്റ ചോദ്യം കൂടി, ഈ സർക്കാരിനെ എങ്ങനെ വിലയിരുത്തുന്നുണ്ട് സഭ? സഭയ്ക്ക് നീതി ലഭിച്ചോ ഈ സർക്കാരിന്റെ കാലത്ത്, പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത്? സർക്കാരിന്റെ കാര്യത്തിൽ നിന്ന് സഭയ്ക്ക് നീതി ലഭിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ഒരു മറുപടി പറയുക പ്രയാസകരമാണ്. പലപ്പോഴും നീതിന്യായ കോടതികൾ വരുന്ന വിധികളെ കൃത്യമായി പാലിക്കുവാനായിട്ട് കേരള സർക്കാർ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലിച്ചിട്ടില്ല എന്ന് മാത്രമാണ് ഒറ്റ വാക്കിൽ മറുപടി പറയാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ഈ ഹൈക്കോടതിയിൽ വന്നിരിക്കുന്ന വിധിയിൽ പോലും കേരള സർക്കാരിന്റെ ഇടപെടൽ ഉണ്ട് എന്നത് നമുക്ക് വ്യക്തമാണല്ലോ. അതുകൊണ്ട് നീതി മലങ്കര ഓർത്തഡോക്സ് അത്യധികമായിട്ട് നീതി ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഭിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യപ്പെടുന്ന നീതിയൊന്നും ഞങ്ങൾക്ക് വേണ്ട കാര്യമില്ല. ഭാരത നിയമം, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവിച്ചു കഴിയുമ്പോൾ അത് നടപ്പിലാക്കേണ്ട രീതിയിൽ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇതുപോലെയുള്ളതായ വിഷയങ്ങൾ വീണ്ടും വീണ്ടും പൊങ്ങി വരികയില്ലായിരുന്നു. അത് കേരള സർക്കാർ കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. യെസ്, വളരെ നന്ദി ശ്രീ യുഹാനോൻമോർ, ഡോക്ടർ യുഹാനോൻമോർ ഇലക്ഷനുമായിട്ടൊന്നും ഞങ്ങൾ കണക്ട് ചെയ്യാറില്ല. യെസ്, വ്യക്തമാണ്. വളരെ നന്ദി ഡോക്ടർ യുഹാനോൻമോർ ദിയസ്കോറോസ് മെത്രോപൊലിത്ത ബിഗ് ടിവിയിൽ അതിഥിയായി എത്തിയതിന്, നിലപാടുകൾ വ്യക്തമാക്കിയതിനൊപ്പം തന്നെ വിശുദ്ധ മൂറോൻ കൂദാശയ്ക്ക് എല്ലാ പ്രാർത്ഥനാപൂർവമായിട്ടുള്ള ആശംസകൾ നേരുകയാണ്. ബിഗ് ടിവിയെയും ഞങ്ങളുടെ പ്രേക്ഷകരെ എല്ലാം പ്രാർത്ഥനകളിൽ ഓർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ശരി, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ നിലപാട് വളരെ വ്യക്തമായി ക്രിസ്റ്റൽ ക്ലിയറായി തിരുമേനി പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.
without fear or favor.